നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളോട് കാത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ എഴുന്നേക്കണം അപ്പം കാത്തു എഴുന്നേക്കും. അവളങ്ങനെ കേട്ടോ, അവൾക്ക് ഞാൻ എഴുന്നേറ്റ് പോയി പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്തായാലും അവൾ എഴുന്നേറ്റല്ല, അവളെ പല്ലേപ്പിച്ച് ചേൻ്റെ കൊടുക്കാഴ്ച ഞാൻ പല്ലേപ്പിക്ക് എടുത്തപ്പോൾ അവൾക്ക് ബ്രഷ് കയ്യിൽ വേണം. പിന്നെ കൈയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലേക്ക് നിന്നു. കാരണം എനിക്ക് ഉറങ്ങി എണിച്ചെന്ന് ഫസ്റ്റ് പല്ലേക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസാണ്. അപ്പം അങ്ങനെ ഞാനും പല്ലേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ടാണ്. കാരണം എനിക്ക് ഇറങ്ങി എണിച്ചെന്നാൽ പല്ലൊക്കെ തെച്ചൊന്ന് മുഖം കഴുകിയാലാണ് എൻ്റെ ആർക്കപ്പിച്ച് പോവുള്ളൂ. പിന്നെ മുടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ചെടുത്തു. ഞാൻ അങ്ങനെ തീരെ കെട്ടാത്ത ഒരാളായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ മുടി കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ വീട്ടിൽ മോട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു. നമുക്ക് ഇത്ര ദിവസം ഒരു മോട്ടർ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ട അടിയിലേക്ക് പോയി. അപ്പോഴേക്ക് ഞാൻ കുളിക്കാനുള്ള ചൂടുവെള്ളം വെക്കുന്നുണ്ട്. രാവിലെ എണിച്ചെന്ന് ഇവിടെ വന്നപ്പോൾ കുളിക്കണം, കാരണം അപ്പുറത്തൊക്കെ ആൾക്കാരില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി എനിക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അലമാരി പറിച്ചത് വലിയതായിക്കാനും ഡ്രസ്സ് ഞാൻ കുറച്ച് ഓരോ ഉള്ളിയിൽ വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ വീഴില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ നൈറ്റും എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വേഗം അടുത്തത് കാത്തൂനെടുക്കാൻ വേണ്ടി പോയി. ഞാനും കാത്തു ഒരുമിച്ചാണ് കുളിക്കുക. ഇന്നാളത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാത്തൂനെ എന്താ ബാത്റൂം വിളിച്ച് മറന്നോന്ന് ഇല്ല. ഞാൻ ആദ്യം തന്നെ കാത്തൂനെ കുളിപ്പിച്ച് ഫെബിയിൽ വിട്ടേക്കും, എന്നിട്ടാണ് ഞാൻ കുളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുമ്പോൾ കാത്തൂനെ കാണാത്തത്. അപ്പോൾ അങ്ങനെ കാത്തൂനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ റൂമത്തെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ റൂമത്തെ ബെഡ്ഷീറ്റും വിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ഗ്ലാസ് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ആൾ വരും. അപ്പോൾ വരുമ്പോൾ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിടാതാണ്ട് മോശമല്ലേ. അപ്പോൾ ഞാൻ കിടക്കൊക്കെ വിരിച്ചിട്ട് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ട് കാത്തൂനെ പിടിക്കണം. ഏട്ടൻ പുറത്തുണ്ടെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് കുളിക്കാൻ പറ്റുള്ളൂ. കാരണം കാത്തൂൻ്റെ കുളി ഞാൻ വേഗം ഏട്ടനെ വിളിക്കുമ്പോൾ ഏട്ടൻ എത്തണ്ടേ. അല്ലെങ്കിൽ കാത്തും ഭയങ്കര വാശിയായിരിക്കും. അവളും മുഖത്തേക്ക് വെള്ളം ഒഴിച്ച് അവൾ കരയാൻ തുടങ്ങും. അതുവരെയ്ക്ക് കരയില്ല, പക്ഷെ അത് കഴിഞ്ഞ് ആൾ കരയായി. അപ്പോൾ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ കുളിക്കാനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഷീറ്റൊക്കെ എടുത്തോടുത്ത് ഫേസിലൊക്കെ ഇട്ടു. എന്താ ഉണ്ടായി? നല്ല പൈസ ഉണ്ട് അതിന്, പക്ഷെ ഒരു ഗുണമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒന്ന് പെഡിക്യൂർ ചെയ്യാന്ന് വെച്ചു. നമുക്ക് കാത്തുറങ്ങാൻ ടൈമിൽ മാത്രം പെഡിക്യൂർ ചെയ്യാൻ പറ്റില്ല, കാത്തുറങ്ങാണ്. പിന്നെ പെഡിക്യൂർ ചെയ്യാന്ന് വെച്ചപ്പോൾ എൻ്റെ മെഷീൻ എടുത്തിട്ട് വരാട്ടാ. ഇതാട്ടാ അത് ഹാൻഡിലുണ്ട് കേട്ടോ. ഹാൻഡിൽ പിടിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണമെന്ന് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളെ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. അത് ഞാൻ ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ കാലിൻ്റെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാലിന് നല്ല മസാജായി ഫീൽ ചെയ്യും കേട്ടോ. അതല്ല കാലിൻ്റെ അടിയത്തെ തയമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും വെച്ചുകൊടുത്ത് നമ്മൾ തയമ്പെല്ലാം പോയി കിട്ടും കേട്ടോ. സെറ്റ് ഓണാക്കൂ, പറഞ്ഞുതരൂ. ആദ്യം സ്വിച്ചിടണം. ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓണാക്കാം. ആദ്യം ഓണാക്കണം കേട്ടോ. ടെമ്പറേച്ചർ ഒരു 43 പിന്നെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം എത്ര വേണമെന്നുള്ളത്. പിന്നെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കണ്ട. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഇതാണ് എന്താ പറയുക, ഒരു ഗ്യാപ്പ് ഇട്ടുള്ള ഇതാണ് നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. പിന്നെ സ്പാ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ബോർഡ് കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാലടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോയി കിട്ടും. നല്ല കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നീ അല്ലേ ഇരിക്കുന്നത്? ഇരുന്നോളൂ.
നമുക്കിതിലേക്ക് കുറച്ച് ബോഡി വാഷോ അല്ലെങ്കിൽ ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അത് കുറച്ചും കൊണ്ട് ഒഴിച്ചു കൊടുക്കുമോ? ഫോം പിടിക്കോ? ഇത് പിന്നെ സുഖമാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് എവിടെ വേണേലും കൊണ്ടു നടക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട്. അപ്പോൾ നമുക്കത് സുഖമാണ്, എവിടേക്ക് വേണേലും കൊണ്ടുപോകാനും ഒന്ന് മാറ്റി വയ്ക്കാൻ അധികം സ്പേസോ കാര്യങ്ങളോ വരുന്നില്ല. പിന്നെ ഒരു എന്താ പറയുക, സ്പാ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കൊടുക്കണ്ടേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോഴേ നമുക്കറിയാം കാല് തനിയെ തന്നെ ഇങ്ങനെ പോയി കൊടുക്കുക. അധികം പാലൊന്നും കൊടുക്കാതെ തന്നെ വെച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് അത് നല്ലൊരു മസാജിങ് കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ റോളറിൽ കാല് വെച്ചിട്ട് അതിമത്തെ തൈമും കാര്യമൊക്കെ കളയാട്ടാ. ഞാൻ കുറച്ച് ബോഡി വാഷ് ആട്ടോ വയ്ക്കണം. മക്കളെ കളി കുറച്ച് ഉപ്പും ചെറു നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നല്ല തന്നെയാട്ടാ. അപ്പോൾ നമ്മൾ സ്പാര ഇതൊക്കെ കൊടുത്തപ്പോൾ ഒക്കെ വെള്ളമൊക്കെ ചൂടായി. നമ്മൾ ആ ഷാമ്പൂൻ്റെ ഇത് വെച്ചിട്ട് അപ്പോൾ ഒക്കെ നന്നായി പതഞ്ഞ് തനിയെ വരുന്നുണ്ട് കേട്ടോ. നമുക്കായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കാലൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. കുറേ ടൈം കളിച്ച് നമുക്ക് ഫോണിലെല്ലാം കളിച്ചിരിക്കുമ്പോൾ കാലൊക്കെ നല്ല ക്ലീനായി നല്ല സ്മൂത്തായി കിട്ടും. നമുക്ക് കാലിന് കുറേ നാളായിട്ട് വന്നുള്ള തയമ്പിൻ്റെ പാട് കാര്യങ്ങൾ, കാലിലടിച്ച് കട്ടിയായ മാംസം ഇതൊക്കെ പോയി കാലൊക്കെ നല്ല സോഫ്റ്റായിരിക്കും. നല്ല പുറം നാട്ടുകാരെ കാല് കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുട്ടികളെ കാല് പോയില്ലായിരിക്കും. നമുക്കിന്നെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്ത് നമ്മളെ കാലും അതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് അത് ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓഫ് ചെയ്തു. കാരണം അപ്പുറത്തൊരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നുണ്ടല്ലോ അല്ലേ, കണ്ടവർക്ക് നല്ല സ്മൂത്തായിട്ടാ. നമ്മളിത് ഡെയിലിയോ അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാലൊക്കെ എപ്പോഴും നല്ല പണ്ടത്തെ കാല് കണ്ടിത് എന്നും ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിരിക്കും ആ കാലൊക്കെ. ഇന്നും വല്ല മോയ്സ്ചറൈസറോ എന്തെങ്കിലും കാലം തേച്ച് കൊടുത്താൽ മതി, സെറ്റ്. എന്താ സുഖം, കാലിൽ മസാജ് കിട്ടുമ്പോൾ ഒരു കുളിരല്ലേ. എപ്പോഴും നമ്മുടെ കാലിൻ്റെ അടിയിലേക്ക് ക്ലിയാകുമ്പോൾ ഒരു സുഖമില്ലേ, അതേപോലത്തെ ഒരു സുഖം ഞാനൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ കാട്ട് എന്നോട് ഇഷ്ടമുള്ള വ്യക്തി ഇവനാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വീട്ടിലത്തെ പണിയും തിരക്കൊക്കെ ആകുമ്പോൾ എനിക്കങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവൻ രാത്രികളിൽ ഞാൻ ഉണ്ണിനെ ഉറക്കാൻ പോകുമ്പോൾ ഇവൻ്റെ സ്ഥലം ഇതാണ്, ഇവിടെ വന്നിരുന്ന് ചെയ്യും. പിന്നെ ഇതിൽ വെള്ളം കളയാൻ സുഖം, അടിയിലൊരു പൈപ്പ് ഉണ്ട്, വെറുതെ തുറന്നിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ തുറക്കല്ലേ, സുഖമായിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട്. അല്ല നമ്മളെപ്പോഴും ബ്യൂട്ടി പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട്. നമുക്കങ്ങനെ എപ്പോഴും അവിടെ പോയി ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെ കയ്യിൽ ഇങ്ങനെ എന്തായാലും മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിരിക്കുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാലിന് നല്ലതാണ്. എല്ലാവരും ഓരോരുത്തരുടെ ശരീരം നോക്കാൻ തന്നെയല്ലേ ഓരോ കാര്യങ്ങൾ. ചിലവർ വെളുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കുത്തുന്നു, അതൊക്കെ ഓരോരുത്തരുടെ. നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ എങ്ങനെ നമ്മുടെ കാര്യം കഴിക്കുന്ന എന്തായാലും നോക്കാം. കാലിന് ഏറ്റവും നല്ല സാധനം തന്നെ കേട്ടാ ഈ ഒരു ഐറ്റം. നല്ല സുഖം, നല്ല സുഖം, നല്ല ഇഷ്ടമായിട്ടാ. അപ്പോൾ ചേട്ടാ ഞാൻ പോയി കിടക്കട്ടെ, നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിക്കാമോ? ഞാൻ നേരെ ഇരിക്കില്ല, ഞാൻ എഴുന്നേക്ക്. കാരണം ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാരണം എൻ്റെ സ്മൂത്താണ്. അവൻ പിന്നെ അവൻ്റെ ബോഡി ഫുള്ള് നന്നായി കെയർ ചെയ്യണ ഒരു വ്യക്തിയാണ്. നീ ഇരുന്നപ്പോൾ ഒരു രസത്തിന് ഞാൻ ഇരുന്നു മാത്രം. ഇത് സംഭവം ശീലമുള്ള പരിപാടിയാണ്. കാരണം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കാര്യം കൊണ്ടുപോകുന്നത് ഞാൻ നോക്കിയപ്പോൾ ഗവേഷണമാണ് എൻ്റെ.
എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ 10 മിനിറ്റ് കഴിയാതെ എഴുന്നേക്കില്ലേ? ഞാൻ ഇപ്പം ഇറക്കി എടുത്തരാം. ഇപ്പുറത്ത് വന്നാൽ എന്താ ഈ ഒരു സൈഡ് എന്തൊരു സോഫ്റ്റാണ്. കണ്ണേക്കിലൊരു പട്ടി പണ്ടാറുകാലെ വർത്താനം പറഞ്ഞാൽ പോലെ അതിലേക്ക് മുന്തി കുത്തി. എന്താ വരെ നന്നായി കൂടെ യെസ് വേഗം വരൂ. കളയാൻ പോവാ. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇതിലത്തെ വെള്ളം കളയാൻ ആ ടോപ്പ് കൊണ്ട് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ തനിയെ വെള്ളം പോയിക്കോളും. നമുക്ക് ഇത് പിടിച്ച് ചെരിച്ച് കളയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ. കാറ്റും ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞാൻ വേഗം തന്നെ വന്ന് വിളക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം വേണ്ട, എന്താ കാത്തും ഹിന്ദു മതത്തിലാക്കണമെന്ന്. അപ്പുറത്ത് ബേബിയിൽ എരിവുണ്ട്. അവിടെ ഞങ്ങൾ പുലർച്ചെ 5 മണിക്ക് കാത്തു എഴുന്നേറ്റ് കാത്തിനും കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാനും ബേബിയും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കാത്തു എഴുന്നേറ്റിട്ട് ഉച്ചകഴിഞ്ഞ് 6 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കണേൽ കാത്തുണ്ടാവും കേട്ടോ. ഞങ്ങൾ 2 നേരം ഞങ്ങൾ 2 ദൈവങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചന്ദനത്തിരി കത്തിച്ച് എവിടെ വെക്കേണ്ടതെന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് എവിടെ വെക്കണമെന്നൊരു ഐഡിയ ഇല്ല. അതൊക്കെയായിരുന്നു. അയാൾക്ക് കത്തിച്ച് തന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞാനും കാതുകൊണ്ട് നേന്ത്രപ്പഴം പകുതിയാക്കിയിട്ട് ഞാനും കാതുകൊണ്ട് കഴിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വന്ന് എൻ്റെ ഫേസൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് സെറ്റാക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ടോണർ അടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സൺക്രീമും മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇന്ന് മോയ്സ്ചറൈസർ മാത്രമുള്ള കാരണം കാത്തുവിന് ഏട്ടൻ എൻ്റെ കയ്യിൽ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ നേരം ഏട്ടൻ്റെ എനിക്ക് തെറിയിക്കും. ഈ ഒരു ബുദ്ധിമുട്ട് ഇന്നും കൂടിയുള്ളൂ. നാളെ തൊട്ട് റൂമിൽ ഗ്ലാസ്സൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലാസ്സിൽ നോക്കി തന്നെ മേക്കപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്ലാസ്സിൽ നോക്കാതെ ഇരുന്ന് ഓരോന്നും ചെയ്യുമ്പോൾ. ഞാൻ എൻ്റെ കാത്തുവിന് വീണ്ടും കൊടുത്തിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ടി വെച്ച് പറഞ്ഞു നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആവും, നമുക്കത് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഫുഡ് കഴിക്കാൻ നേരം എടുക്കുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോഴും ഞാൻ വീണ്ടും ഒരു പകുതി പഴം കൊണ്ടെടുത്ത് കഴിക്കുന്നുണ്ട്, കാരണം എനിക്ക് നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മാഗി ഉണ്ടായിരുന്നു. മുന്നേ വന്നിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏട്ടനോട് മേടിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഇതൊക്കെ നിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇത് മേടിച്ചു കൊടുക്കുന്ന എൻ്റെ കൗതുകം. പിന്നെ എനിക്ക് തന്നെ ഒഴിക്കണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഏട്ടൻ എന്നെ പിന്നെ നടന്നു പൊന്നാ നീ എന്താ ചെടിക്ക് വെള്ളം ഒഴിക്കാത്ത ചോദിച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ എന്തോ ഒരു മണി കേൾക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശബ്ദമായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ വന്നിട്ട് നാളെ ഈപ്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മാഗി ചൂടാക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ 2 സബോള എടുത്തിട്ട് നന്നായി നീളയിൽ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കനം കുറച്ചിട്ടാണ് നമ്മൾ അരിയുക, ഒരുപാട് കട്ടിയിലൊന്നുമല്ല. കൂടെ അത് പോരാഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എനിക്ക് ക്യാരറ്റൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അതും തൊലിയൊക്കെ കളഞ്ഞ് ക്യാരറ്റും നമ്മൾ നീളയിൽ ഇങ്ങനെ കുനുകുനോന്ന് അരിഞ്ഞെടുക്കും. അമ്മ ഉണ്ടാക്കിയ എൻ്റെ മാഗി ഇങ്ങനെ കേട്ടോ. പണ്ടൊന്നും തീരെ എനിക്ക് അമ്മ മാഗി വേവിച്ചിട്ടുണ്ടാക്കി തന്നിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ അമ്മ മാഗി ഉണ്ടാക്കി വരുമ്പോൾ ഞങ്ങൾ ചെറുകുട്ടുമ്പോൾ വേവിച്ചുണ്ടാക്കി തരാറേ ഇല്ലായിരുന്നു. പിന്നെ കുണുക്കനൊക്കെ അതിൻ്റെ ശേഷമാണ് ഞാനങ്ങനെ വേവിച്ചിട്ട് മാഗി കഴിക്കാൻ തുടങ്ങിയത്. അതുവരയ്ക്ക് അമ്മ ഇപ്പം മാഗി ഉണ്ടാക്കി വരുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തരാറ്. പക്ഷേ ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് പരീക്ഷണമൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. അതൊന്നും അമ്മ ചെയ്യില്ല. അമ്മ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വരും. വെള്ളം ചൂടായപ്പോൾ ഞാനൊരു 3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അധികം ചൂടാവണ്ട, ജസ്റ്റ് ഒരു തളം കൂടി വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് വാർത്ത് വയ്ക്കാം. അങ്ങനെ ഒരു അരിപ്പക്കയിലിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് നിന്നോളും. നമ്മളതിലേക്ക് ഓയിൽ ഒഴിക്കണോണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിരിക്കില്ല, ഇങ്ങനെ വേറിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് സബോള അരിയാം. നമുക്ക് പച്ചമുളക് ഇട്ടുള്ളവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ. പക്ഷേ എനിക്കിവിടെ കാത്തുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാറില്ല.
കാരണം കാത്തു പച്ചനിറം കണ്ട് പോയി പിടിച്ചാലൊന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് വേറെ പാത്രം വെച്ചു, അത് ഉണക്കിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അപ്പോഴേക്കും ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്ത് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുത്തിയ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും കാത്തുവിന് പഴം എടുത്ത് കൊടുത്തിട്ട്, എനിക്കല്ല കാത്തു ഞാൻ പഴം കൊടുത്താണ് പെബി വന്നപ്പോൾ. അപ്പോൾ ആ കുത്തിയമുളക് ഇട്ടിട്ട് അതൊരു കൊത്തി പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കും ഞാൻ. അമ്മ ഇതൊക്കെ ഒരുമിച്ചായിട്ട് ഉണ്ടാക്കുക, അങ്ങനെ മാറ്റി വയ്ക്കണ പരിപാടിയൊന്നുമില്ല. മുട്ട കൊത്തി പൊരിച്ചതിലേക്ക് തന്നെ സവോള ഇടും, എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അമ്മ ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് മാറ്റി വയ്ക്കും. നമ്മളിങ്ങനെ നമ്മളുടേതായ ഒരു പരീക്ഷണങ്ങൾ ചെയ്ത് വയ്ക്കുന്നതാണല്ലോ. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. എനിക്കും ബേബിക്കും സോയ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ അമ്മ ഒഴിക്കാറില്ല. എൻ്റെ അമ്മ ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കി വരുമ്പോൾ ഇതൊന്നും ഒഴിക്കാറില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് നമ്മളെ മാഗി പൗഡറില്ലേ, അതിന് കുറച്ചൊരു പകുതി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കും. അല്ല നമ്മൾ മൊത്തം മിക്സ് ചെയ്യണേലും ഇടുമ്പോൾ നമുക്ക് ഈ മുട്ടയ്ക്കൊന്നും എൻ്റെ ഫ്ലേവർ വരാത്ത പോലെ തോന്നും. പക്ഷെ ഉണ്ടാക്കുമ്പോൾ മുട്ട കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഈ മുട്ട വെറുതെ നടന്ന് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുണ്ടാക്കി വരുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓയിലും ചൂടായി വരുമ്പോൾ നമ്മൾ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സബോളയും ക്യാരറ്റും ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയ സോസും പിന്നെ നമ്മൾ മറ്റേ മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കുത്തിയ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുത്തിയ മുളകിൻ്റെ ഒരു പച്ചമണം പോയിട്ട് വേണം നമ്മളിനി ബാക്കിയുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സോയ സോസ് ഒഴിച്ച് കൊടുത്തു, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു. ഇത് രണ്ടും എനിക്ക് മെയിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഹണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേട്ടാ ഇത് ഹണി നൂഡിൽസ് ആട്ടാന്ന് പറഞ്ഞു. എൻ്റെത് ഓരോരോ പരീക്ഷണങ്ങൾ എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. കാത്തിന് കൊടുക്കണ്ടേ അല്ലേ, കാത്തും കുറച്ച് ഇന്ന് കഴിക്കും. ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് കാത്തും കഴിക്കും. അപ്പോൾ അവൾക്ക് എരിവ് പിടിക്കാത്തതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയെടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴേലും നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോഴിമുട്ട പൊരിച്ചതും വേവിച്ച് വെച്ച നൂഡിൽസും പിന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ കുറവാന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ലേ, പാകമായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ ചോദിച്ചു, നിൻ്റെ ഫേസ് ഉണ്ടായിരുന്നു എന്ത് പണിപ്പാളി, ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല പണിപ്പാളി എന്നൊക്കെ കൊണ്ട് എന്നെ തളർത്തുന്നുണ്ടായിരുന്നു. അതിന് തേന വെച്ചാനായിരുന്നു അവന് പേടിയുണ്ടായിരുന്നു വെച്ചിട്ട് അതിന് ഇത് എന്താവെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മിക്സിങ്ങൊക്കെ അവൻ ചെയ്ത് ഒരു പ്ലേറ്റിൽ മാറ്റി. ഞാൻ മാഗി ഉണ്ടാക്കി ഞങ്ങൾ 3 നാളും കൂടി ഒറ്റ പ്ലേറ്റിലായിട്ട് ഇടുക. എന്നിട്ട് 3 നാളും ചുറ്റും കൂടി എന്നിട്ട് കഴിക്കുക ചെയ്യുക. അപ്പോൾ അവൻ കഴിച്ച ശേഷം അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത്രയും മാഗി ഞങ്ങൾ 3 നാളും കൂടിയിട്ട് ഫുള്ളും കാലിലേക്കിട്ടാണ്. കാത്ത് ഒരുപാട് കഴിച്ചിട്ടൊന്നുമില്ല, 2 വായ 3 വായനെ കഴിച്ചിട്ടുള്ളൂ. ബേബിയുടെ ടേസ്റ്റ് ഞാൻ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട്, നിത്തത് ഞാൻ കളിയാക്കിയതല്ലേ സത്യം പറയുന്നത്. അപ്പോൾ അത് ആ ടേസ്റ്റ് ഉണ്ടെന്ന കൈ കൊണ്ട് കാണിച്ചിട്ട് ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വിശന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് ഫുഡിലായിരുന്നു. വിശന്ന് കിളി മൊത്തം പോയിട്ടുണ്ടായിരുന്നു. കാത്തൊക്കത്തുനിന്ന് ഇറങ്ങാത്താനാണ് എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത്. പക്ഷെ എന്തായാലും മാഗിയാലും മതി, ഞങ്ങൾക്ക് ഇഷ്ടത്തോടെ ഞങ്ങൾ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് മാഗിയോട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് പ്രത്യേകത ഇഷ്ടം. എനിക്ക് വേവിച്ച് കഴിക്കാൻ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് വേവിച്ചിട്ടല്ലല്ലോ കഴിച്ചത്. ഞാൻ ഇങ്ങനെ കഴിച്ച് ശീലിച്ചാലും എനിക്ക് ഇങ്ങനെ കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ബേബിക്ക് പിന്നെ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, ബേബി കഴിച്ചോളും. ബേബിക്ക് എങ്ങനെയാണ് നിർബന്ധങ്ങളൊന്നുമില്ല, അവൻ കഴിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് കാത്തുമ്മനെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ കാത്തുമ്മ നല്ലൊരു ഉറക്കത്തേക്ക് വന്നു. അപ്പോഴേക്കും നമ്മൾ റൂമിൽ സ്റ്റാൻഡ് വയ്ക്കലും ഗ്ലാസ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടി ഉണ്ടായിരുന്നു. താഴത്തും സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ നമ്മൾ ആദ്യം അടിയിട്ടാണ് വെച്ചത്, പിന്നെയാണ് മേളിലത്തെ വെച്ചത്. അപ്പോൾ മേളിൽ വയ്ക്കുന്നതൊക്കെ അടിക്കാനും പൊടി വന്നിരുന്നു. അപ്പോൾ ഏട്ടൻ ഇതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ഏട്ടൻ. ഞാൻ കാത്തുനെ നോക്കിയിരിക്കാനും കാത്തുനെ ഉറക്കുകയാണെങ്കിലും ഏട്ടൻ ഇതെല്ലാം ചെയ്തു തരും. ഞാൻ കാത്തുനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ എടുത്തൊരു വീഡിയോ ആട്ടത്. അപ്പോൾ ഏട്ടൻ ക്ലീനായി എല്ലാ ഏരിയയും തുടച്ച് ഭംഗിയാക്കി വയ്ക്കുന്നുണ്ട്. ഏട്ടന് ഇങ്ങനത്തെ ദിവസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്യും. അപ്പോൾ അത് അടിപൊളിയാക്കിയിട്ട് ഗ്ലാസ്സൊക്കെ എനിക്ക് ഇത്രയും ക്ലിയറായി തുടയ്ക്കാൻ പറ്റില്ല. അപ്പുറത്തെ റൂമത്തെ ഗ്ലാസ് ഞാൻ തുടച്ചത്, അതിനകത്ത് പാടിപ്പിളും പോയിട്ടില്ല. പക്ഷേ ഈ റൂമിൽ ഒരു പാട് പോലും ഇല്ല, അത് അത്ര അടിപൊളിയായിട്ട് എനിക്കായിട്ട്
ചെയ്തു തന്നിട്ട് ഏട്ടൻ എനിക്കിപ്പോൾ അത്ര ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതെല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്ന് വയ്ക്കാൻ ഞങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് വെച്ചപ്പോൾ ഏട്ടൻ്റെ പറഞ്ഞു ഇത് ഭംഗിയിൽ നമുക്ക് വേറെ വയ്ക്കുന്നുണ്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ തുടയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് റൂമൊക്കെ അടിച്ചു വരികയാണ്. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് നിന്നിട്ടില്ല എന്നുള്ളൂ. ആൾക്കാർ ചിന്തിക്കും എന്തിപ്പോൾ എൻ്റെ ഫാൻ ഇട്ടിട്ട് അടിച്ചു വരുന്നതെന്ന്. ഇല്ല, ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അത് നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ സൈഡിലൊക്കെ ഗ്രില്ല് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു തുടച്ചും പിടിച്ചിട്ടൊക്കെയാണ് ഓരോരോ മൂലകൾ അടിച്ചൊടിച്ചൊരി വരുന്നത്. ഞാൻ വിചാരിക്കും ശരി അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് അടിച്ചു കഴിഞ്ഞിരിക്കും, ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അടിച്ചു വരും മതി, ഇവിടെ ആര് കരടാക്കാനെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ വീട് ഫുള്ളും കരടായിട്ടുണ്ടാവും, എന്നും നമുക്ക് അടിച്ചടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ ടൈലിൻ്റെ സൈഡ് വശത്തൊക്കെ ഉണ്ടല്ലോ ആ അരുവിൽ മൊത്തം ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടികൾ വന്നെടുക്കും. എനിക്ക് അതാണ് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവിടെ അതേപോലെ ഇങ്ങനെ ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടികൾ അല്ലെങ്കിൽ പിന്നെ പല്ലിക്കാട്ടൊക്കെ വന്നിരിക്കുന്ന ഏരിയകൾ, എനിക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തൊരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊക്കെ ഇരുന്ന് അവിടെയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല നമ്മൾ കാത്തുമുള്ളാനും അവളും വിട്ടുകൂത്തിയിട്ട് ഇത് എന്താണെന്ന് പറയുക, ഇത് എടുത്താലോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഏകദേശം റൂമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആളടിച്ചു വരികയാണ്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയൊക്കെ ഞാൻ അടിച്ചു വരുന്നുണ്ട്. എന്നും ഞാൻ അടിച്ചു തരുന്ന രീതി തന്നെയാണ്, പിന്നെ ഞാൻ പ്രത്യേകിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കാരണം ആ പൊടിയൊക്കെ പരന്നുള്ളതാണ്. പിന്നെ ഞാൻ മാക്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പകുതി കഴിച്ചിട്ട് കുത്തി, കാരണം കാലിൻ്റെ അടയ്ക്ക് വരുമ്പോൾ അടിച്ചു വരാനും പണിയൊന്നും നടക്കണില്ല. അത്യാവശ്യം നേരത്തെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പേഷ്യൻ്റെ അടയ്ക്ക് കുറച്ച് കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂമൊക്കെ അടിച്ചു വരി ഇതാ വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തും എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ കാത്തും എഴുന്നേറ്റ് ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഏട്ടൻ ബാക്കിയുള്ള ഏരിയ ഫുള്ളും ഏട്ടൻ അടിച്ചു വരി വന്നു. ഞാൻ കാത്തുനിന്ന് ഇറക്കിയിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും ഏട്ടൻ അവിടെ ഫുള്ളും അടിച്ചൊരു ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ അടിച്ചൊരി ക്ലീൻ ആക്കുന്നുണ്ട്. എൻ്റെ ആടും ക്ലിയറായിട്ട് ശ്രദ്ധ കൊടുക്കാൻ അടിച്ചൊരു വൃത്തിയാക്കട്ടോ. പിന്നെ എനിക്കിത് കോരാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇതെങ്ങനെ ക്ലിയറായിട്ട് കോരണ്ടേന്ന് അറിയില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോരി ഇനി എൻ്റെ അടുത്ത പരിപാടി തുടയാട്ടാ. ഞാൻ തുടക്കണ നേരം കൊണ്ട് ഏട്ടൻ കുളിക്കാൻ പോകുന്നുണ്ട്. ഏട്ടൻ രാവിലെ തന്നെ കുളിച്ചിട്ടില്ലല്ലോ, ആളുടെ പിന്നാലെയായിരുന്നു, മോട്ടർ വയ്ക്കുന്ന ആളുടെ പിന്നാലെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു, നമ്മൾ റൂം തുടയോടുകൂടി നമ്മൾ ഏകദേശം പണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്താ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ സെറ്റ് ചെയ്യും തുണികളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അലമാരിക്ക് വെക്കേണ്ട ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, കാരണം ഏട്ടൻ വെച്ച് ഞാൻ അത് അവിടെ ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എൻ്റെ എന്നെ ചീത്ത വയ്ക്കും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, നീ ഈ സ്ഥാനത്ത് കൊണ്ടുവച്ചോളം പറയും. എനിക്ക് അമ്മയെ പോലെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ദേഷ്യമുണ്ട്. അപ്പോൾ ഞാനും ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ എൻ്റെ നിന്ന് ചീത്തയായിക്കോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് മാറി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ രാവിലെ ഇട്ട് വിളിക്കുമ്പോൾ ഞാൻ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോരെ, പണി കഴിഞ്ഞ് വേഗം തന്നെ ഇങ്ങോട്ട് വായോ, ഇവിടെ നിങ്ങൾക്കുള്ള കറികളും ചോറൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഞാൻ വേഗം തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നല്ല ക്യാരറ്റ് ഉപ്പേരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ പോയി ചോറിനിടയിലേക്ക് വെച്ചെന്ന് ഞാനല്ലാതെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിനൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവൾ ഉറക്കത്തിലെടുത്താണ്, പക്ഷെ അവൾ വണ്ടി കയറിപ്പോൾ എഴുന്നേറ്റു കേട്ടോ. ഞാൻ വേഗം തന്നെ വീടെത്തി ഞാൻ ഫുഡ് കഴിക്കുകയാണ്. കുഞ്ഞപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ട്, ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, മീൻകറി ഉണ്ട്, ചിക്കൻ കറി ഫുള്ളായിട്ടില്ല. അപ്പോൾ ഉള്ളതോടുകൂടി ഞങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. അത് നേരെ റിട്ടേൺ പോരുന്ന വഴിക്ക് ഏട്ടനൊരു ടേബിളും കൂടി മേടിക്കണമെന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് ബാക്കി എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ടേബിൾ മേടിക്കിറങ്ങി, ഞാനും കത്തും വണ്ടിയിലിരുന്നുള്ളൂ കേട്ടോ. ഞാൻ അത്ര നല്ല ഡ്രസ്സൊന്നും ഇല്ലാത്തതാണ്. പിന്നെ റിട്ടേൺ വന്നേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇലയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്ന് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. ഞാൻ വെച്ചപ്പോൾ പറഞ്ഞു ഇതാണോ ട്രെൻഡ്, അരങ്ങിട്ട പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ മാറ്റി തിരിച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവ എന്നെ കളിയാക്കാൻ വേണ്ടി കാത്തിരിക്കട്ടെ. ഈ അറ്റത്ത് ഞാൻ വെച്ചത്, അപ്പുറത്തെ അറ്റത്ത് ഏട്ടൻ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രാത്രി വീട്ടിൽ പോയി നമുക്ക് ഇവിടെ എല്ലാം കൂടി പത്തിരിയൊക്കെ ഉണ്ടാക്കി രാത്രിത്തെ ഫുഡ് കൊടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അടുത്ത പണികളൊക്കെ തീർത്ത് വേഗം വന്ന് നാളികേരം പൊളിക്കേണ്ട ആൾ അച്ഛനായിരുന്നു ഇത്ര നാൾ അമ്മ നാളെയും പൊളിച്ചു കൊടുത്തത്. അമ്മയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് അമ്മ ബലം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ബേബി അതൊക്കെ പൊളിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോഴേക്കും ഉണ്ടായിരുന്ന കുറച്ച് പാത്രമൊക്കെ മുറി വെച്ച് കൊടുത്ത് ഞാനും അമ്മയും കൂടി പത്തിരിയൊക്കെ ഉണ്ടാക്കി വയറ് നിറയെ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി പത്തിരിയൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റിനായിരുന്നു. അടിപൊളി ചിക്കൻ കറിയും പത്തിരിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കൈപ്പത്തിരി. ഇനി ഇവിടെയും ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കാത്തൊന്നും സെറ്റാവാത്ത എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അപ്പം കാത്തുമ്മ
എൻ്റെ പിന്നാലെ പോരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്താണ് നമ്മൾ ചപ്പി കൊടുക്കണേന്ന്. നമ്മളെ മക്കൾക്ക് അതിമത്തെ ധൈര്യമൊക്കെ കുറയും. നമ്മൾ ചപ്പി ഇങ്ങനെ വാരി വെച്ചെടുക്കും. ചിലർ ഭയങ്കര വൃത്തിയൊക്കെ നോക്കി ചെയ്യില്ലായിരിക്കും. പക്ഷേ എനിക്ക് അമ്മ ചെയ്ത് തന്നിട്ടുള്ള ശീലമുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ചിലരുടെ വീട്ടിലൊന്നും അതൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ ഫേസൊക്കെ ആകെ ഡള്ളായിരിക്കണം. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ടൊരു മാസ്കൊക്കെ എടുത്ത് കൊടുന്ന് ഫേസിലിട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വെട്ടം സിനിമ കണ്ടു കേട്ടോ. അങ്ങനെ വെട്ടം സിനിമയെ കണ്ട്